നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. PCOD ഇന്ന് എല്ലാ ലേഡീസിനും കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ചെറിയ ടീനേജ് ഏജ് ഗ്രൂപ്പ് മുതൽ പ്രായമുള്ളവർക്ക് വരെ കണ്ടുവരുന്നുണ്ട്. മിക്കവരും ചിലപ്പോൾ കൺസീവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവാത്ത ആ ടൈമിലാണ് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോഴായിരിക്കും PCOD ഉള്ളത്. പിന്നെ കുറേ ടൈം മെഡിസിൻസ് എടുക്കേണ്ടി വരും. വെയിറ്റ് ഓവർ ആയിട്ടുള്ളവരാണെങ്കിൽ വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങളും ആ സമയത്ത് ചെയ്യേണ്ടി വരും. മാരേജിന് മുമ്പ് നിങ്ങളൊക്കെ എല്ലാവരും നിങ്ങളുടെ യൂട്രസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നിങ്ങളുടെ പേരൻസ് തന്നെയാണ് കേട്ടോ അതിനൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പേരൻസ് തന്നെ മുൻകൈ എടുത്തിട്ട് യൂട്രസ് ഒക്കെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാരേജിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് വെക്കാവുന്നതാണ്. മാരേജിന് ശേഷം വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പോകാം. അതുകൊണ്ട് തന്നെ എല്ലാ ലേഡീസും ഹെൽത്ത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബിഫോർ മാരേജ് ചെറിയ പ്രായമാണല്ലോ, എനിക്ക് ഈ ടൈമിൽ അസുഖമൊന്നും വരില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. കാരണം അസുഖം വരിക എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് സംഭവിക്കാം. ടീനേജ് ഏജ് ഗ്രൂപ്പിൽ സംഭവിക്കാം, ആഫ്റ്റർ 40 സംഭവിക്കാം, ഒരു മിഡിൽ ഏജിൽ സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ ഹെൽത്ത് നമ്മളായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് എല്ലാം കറക്റ്റാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി PCOD ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്ക ഡോക്ടേഴ്സും പറയാറുണ്ട് വെയിറ്റ് നിങ്ങൾ കുറച്ച് നിർത്തണമെന്ന്. അതൊന്നാമത്തെ കാര്യമാണ്. PCOD എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതായത് യൂട്രസിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുരുക്കളുണ്ടാവും. ചെറിയ ഒരു തരിതരി പോലെ നിറയെ കുരുക്കളുണ്ടാവും. ആ കണ്ടീഷനാണ് PCOD എന്ന് പറയുന്നത്. PCOD ഉള്ള രോഗികൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അതായത് നമ്മുടെ ബോഡി ഇൻസുലിനെ തടയും. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിനെ ബോഡി അങ്ങ് തടയും. അപ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനം നടക്കുകയില്ല. ബോഡി തടയുമ്പോൾ ഇൻസുലിൻ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഷുഗറിനുള്ള ടാബ്ലറ്റ്സ് മെറ്റ്ഫോമിനൊക്കെയാണ് സാധാരണയായിട്ട് PCOD ഉള്ളവർക്ക് കൊടുക്കാറ്. PCOD എന്ന് പറയുന്ന ഒരു കണ്ടീഷനൊന്നും അല്ല, അതിന് സിംറ്റംസിനാണ് കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത്. PCOD കാരണം വെയിറ്റ് കൂടുവാണെങ്കിൽ വെയിറ്റ് കുറച്ച് നിർത്തും. അതുപോലെ PCOD കാരണം ഷുഗർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് നിർത്തും. അങ്ങനെ അതിൻ്റെ സിംറ്റംസിനാണ് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. PCOD വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയ്ക്കാം. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെയിറ്റ് കുറയ്ക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന്. PCOD ഉള്ളവർക്ക് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാവും. അതുകൊണ്ട് സീഡ്സ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ് തുടങ്ങിയ കുറേ സീഡ്സ് ഉണ്ട്, പപ്പായ സീഡ്സ്. ഇതൊക്കെ റെഗുലറായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മാറ്റാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വെജിറ്റബിളും ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബാലൻസ് ഡയറ്റിൽ തന്നെ പോവാം. ഡിന്നറ് ലൈറ്റ് ആക്കണം. അതായത് ഡിന്നറിന് നമ്മളൊരിക്കലും ചോറൊന്നും പ്രിഫർ ചെയ്യാറില്ല. ഡിന്നറിന് ഒന്നെങ്കിൽ മില്ലറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ആഹാര സാധനം യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്താലും ക്വാണ്ടിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു 2 എണ്ണം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, കൂടുതലാകാൻ പാടില്ല. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് മസ്റ്റ് ആട്ടോ. എക്സസൈസ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗറോ കൊളസ്ട്രോളോ എന്തുണ്ടെങ്കിലും അതൊക്കെ റിവേഴ്സ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. ഈവൻ നിങ്ങളുടെ സ്കിൻ പോലും നന്നായി തിളങ്ങുന്നതിന് എക്സസൈസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ റെഗുലർ റുട്ടീനാക്കി മാറ്റുക വർക്കൗട്ട്. PCOD ഉള്ളവർ മെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഡയറ്റ് എടുക്കുക, അതിനോടൊപ്പം തന്നെ വർക്കൗട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോ GI ഫുഡ്സ് യൂസ് ചെയ്യാം. അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാം. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഹൈക്കാവും, പെട്ടെന്ന് കൂടും. അങ്ങനെയുള്ള ഫുഡ്സിനെയാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണ സാധനം. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ അങ്ങനെ പെട്ടെന്ന് കൂടത്തില്ല. അങ്ങനെയുള്ള ഫുഡ്സിനെയാണ് പറയുന്നത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക്, മൈദയുടെ ആഹാര സാധനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സിൽ പെടും. അതായത് പെട്ടെന്ന് ഷുഗർ ലെവൽ കൂട്ടും. ലോ GI ഭക്ഷണത്തിൽ പെടുന്നത്, അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ആഹാര സാധനം എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, എല്ലാവിധ ധാന്യങ്ങളും, ഇപ്പോൾ ചോറ്, ഗോതമ്പ്, അതുപോലെ തന്നെ മില്ലറ്റ്സ്, ഓട്സ്, ഇതൊക്കെ ലോ GI ഫുഡ്സിൽ പെടും. ഇങ്ങനത്തെയൊക്കെ നമുക്ക് കഴിക്കാം. പയറുവർഗ്ഗങ്ങളൊക്കെ ലോ GI ആയിട്ടോ. എന്നാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഹൈ GI കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ഹൈ ഉണ്ട് ലോയും ഉണ്ട്. ഹൈ GI പെടുന്നത് നേന്ത്രപ്പഴം പെടും, പിന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാ ചെറുപഴങ്ങളൊക്കെ പെടാറുണ്ട്.
അതുപോലെ തണ്ണിമത്തൻ ഏറ്റവും കൂടുതൽ GI ഉണ്ട്. 70 ഒക്കെയാണ് തണ്ണിമത്തൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഗ്ലൈസെമിക് ഇൻഡെക്സ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 50 താഴെയാണെങ്കിൽ അത് ലോ GI ആയിട്ട് കണക്കാക്കാം, 50 മേലെ ആണെങ്കിൽ അത് ഹൈ GI ഫുഡ്സ് ആയിട്ട് കണക്കാക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് PCODക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് ചെയ്ത് വണ്ണം കുറയ്ക്കാം. രണ്ടാമത്തേത് വർക്കൗട്ട് കമ്പൽസറി ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവുള്ള ആഹാര സാധനങ്ങൾ വേണം കഴിക്കാനായിട്ട്. വെള്ളം ധാരാളം കുടിക്കാം, സ്ലീപ്പ് മസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് വരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കാരണമാകുന്നുണ്ട്. അതായത് പെർഫ്യൂംസിൻ്റെ അമിതമായ ഉപയോഗം, പ്ലാസ്റ്റിക്സിൻ്റെ അമിതമായ ഉപയോഗം, ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്യുന്നത് അമിതമാകുക, അതുപോലെ തന്നെ സാനിറ്റൈസർ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അല്ലാത്തവരൊക്കെ വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകൾ അധികം അങ്ങനെയുള്ള കണ്ടീഷനിലൊന്നും, അതായത് പേഷ്യൻ്റായിട്ടും പുറമേയുള്ള ആരോഗ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവർക്കൊക്കെ ഹാൻഡ് വാഷിങ്ങാണ് നല്ലത്. സാനിറ്റൈസറൊക്കെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടാക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ PCOD കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എല്ലാ അസുഖത്തിനും ഡയറ്റ് ഉണ്ട്. PCODക്കും അതുപോലെ തന്നെ ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ ഡയറ്റ് ഉണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. tinasudhir@gmail.com എന്ന മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.